സുഹൃത്തുക്കളെ, ഖുർആൻ നമുക്ക് പഠിപ്പിച്ച സുന്ദരമായ സ്വഭാവം ജീവിതത്തിൽ പകർത്തി ജീവിച്ച് അവസാനം എപ്പോഴാണെന്നറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, കിടന്നുറങ്ങുമ്പോൾ ഒരു രോഗവുമില്ലാത്തവൻ നേരം വെളുക്കുമ്പോൾ മയ്യിത്താണ്. രാവിലെ സുബ്ഹി നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന അഷ്റഫ് സഖാഫി എൻ്റെ ശിഷ്യനാണ്, സിറാജുൽ ഹുദയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2 ആഴ്ച മുമ്പ് സുബ്ഹിക്ക് ഇമാമത്ത് നിന്നിരുന്നു. പക്ഷേ 9:30 മണിക്ക് പെട്ടെന്ന് അദ്ദേഹം അങ്ങ് മരിച്ചുപോയി. ഒരു രോഗവുമില്ല. ഉച്ചക്കത്തെ ജമാഅത്തും ഏറ്റെടുത്തതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴാണ് വേർപാടെന്നറിയില്ലല്ലോ. ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന ഈ പാവപ്പെട്ട ഞാൻ, എന്റെ പ്രസംഗം തീരുന്നത് വരെ എനിക്ക് ഗ്യാരണ്ടി ഇല്ലല്ലോ, നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങ് വയനാട്ടിലുള്ള ജനങ്ങൾ നാളെ ഞങ്ങൾ ഈ സമയത്ത് എവിടെയാണെന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. പടച്ചവന്റെ തീരുമാനം അവൻ നടപ്പാക്കുമ്പോൾ അതിലെല്ലാവരും പെട്ടുപോകും, എല്ലാവരും ഉൾക്കൊണ്ടെന്ന് വരും. നമ്മളെ മരണം എപ്പോഴാണെന്നും എങ്ങനെയാണെന്നും അറിയില്ലല്ലോ. അതിനാൽ രഹസ്യം നന്നാകണം, പരസ്യം നന്നാകണം. നമ്മുടെ മനസ്സ് അഹങ്കാരമില്ലാത്തതാകണം, അസൂയയില്ലാത്തതാകണം, വൈരാഗ്യമില്ലാത്തതാകണം, വിദ്വേഷമില്ലാത്തതാകണം. സർവ്വജനങ്ങൾക്കും സർവ്വ സൃഷ്ടികൾക്കും ഉപകാരം ചെയ്യുന്ന മനസ്സ് വേണം, സാന്ത്വനത്തിന്റെ ചിന്ത വേണം. അങ്ങനെ നല്ല മനസ്സോടെ ജീവിച്ച് അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന സർവ അമ്പിയാക്കളും ഉച്ചരിച്ചതിലേറ്റവും ബഹുമാനമുള്ള ആ വാചകം പറഞ്ഞ് സംസാരത്തിന് നാം തന്ന റബ്ബ്, മനസ്സിൽ ഓരോന്നും ഇട്ടു തന്ന റബ്ബ്, ആ റബ്ബിന്റെ പേര് അവസാനം ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബോധത്തോടെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ലിഖായിനെ ആഗ്രഹിച്ച്, എന്റെ നേതാവായ നബി തങ്ങളെ സമീപത്തെത്തണം എന്ന് ആഗ്രഹിച്ച്, എനിക്ക് മുഴുവൻ സാലിഹീകളെ കൂടെ പോയി ചേരണമെന്ന് ആഗ്രഹിച്ച്, സ്വർഗത്തിന്റെ ചിത്രം മലക്കുകൾ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അത് കണ്ട് ആനന്ദിച്ച് സന്തോഷത്തോടെ പിരിയാൻ കഴിയണം. അവിടെയാണൊരു മുഅ്മിനായ മനുഷ്യന്റെ വിജയം, അവിടെയാണൊരു മുസ്ലിമായ മനുഷ്യന്റെ വിജയം. ഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് പാസായി പോയവർ, അവരാണ് വിജയം കൈവരിച്ചവർ. അല്ലാഹുവേ, അങ്ങനെ ഒരു വിജയത്തിന് നിമിത്തമായി ഞങ്ങളുടെ എല്ലാ സദസ്സുകളും, ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളും, ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും, ഞങ്ങളുടെ സംഘടനകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ.